ബിജു മേനോൻ എൻ്റെ പല ചിത്രങ്ങളിലും നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഒന്ന് ഉദാഹരണം പറഞ്ഞാൽ മേരിക്കൊണ്ടൊരു കുഞ്ഞാടിൽ വളരെ ശ്രദ്ധേയമായ നർമ്മത്തിലൂടെ ഒരു കഥാപാത്രം ബിജു ചെയ്തു. ചാക്കോച്ചൻ എൻ്റെ കല്യാണരാമൻ തൊട്ട് പല ചിത്രങ്ങളിലും ചാക്കോച്ചനും എൻ്റെ പല സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇവർ രണ്ടിനും വ്യത്യസ്തമായ രീതിയിൽ അഭിനയ ശൈലിയുള്ളവരാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിക്കുന്ന പല ചിത്രങ്ങളും ഹിറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൂട്ടുകെട്ട് രണ്ട് കഥാപാത്രങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു കഥ മനസ്സിൽ വന്നപ്പോൾ ആദ്യം വന്നത് ബിജുവും ചാക്കോച്ചനും തമ്മിലുള്ള ആ കൂട്ടുകെട്ട് തന്നെയാണ്. അപ്പോൾ രണ്ട് സഹോദരങ്ങളുടെ കഥ, അതായത് ദേശത്തിനും ഭാഷയ്ക്കും അതീതമായി സാഹോദര്യം നിലനിൽക്കുന്നു. ഒരു ബംഗാളിയായ യുവാവും മലയാളിയായ യുവാവും പരസ്പരം രക്തബന്ധത്തെക്കാൾ ഉപരി ഉള്ള ഒരു സ്നേഹബന്ധം നിലനിൽക്കുന്ന രീതിയിലുള്ള അവരുടെ ആ സാഹോദര്യ ബന്ധത്തിൻ്റെ കഥ എന്നുള്ള സംഭവം മനസ്സിൽ വന്നപ്പോൾ ചാക്കോച്ചനും ബിജു തന്നെയാണ് അതിൽ ഏറ്റവും യോഗ്യരായിട്ടുള്ള ആൾക്കാരെന്നാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത്. അതുകൊണ്ടാണ് ആ കൂട്ടുകെട്ട് വീണ്ടും ഞങ്ങൾ ഉപയോഗിച്ചത്. അത് വളരെ ഹ്യൂമറസായി പറയുന്നൊരു കഥയിൽ ഇവർ രണ്ടുപേരും നന്നായിട്ട് നർമ്മം ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം എന്നുള്ളൊരു വിശ്വാസം അതിൻ്റെ പിന്നിലുണ്ട്. അത് പ്രാവർത്തികമാകുകയും കുടുംബ പ്രേക്ഷകർ അത് ഏറ്റെടുക്കുകയും ചെയ്തതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇത് അവരുടെ മുൻകാല ചിത്രങ്ങൾ വിജയിച്ചത് നമുക്കൊരു പ്രചോദനം തന്നെയാണ് ഈ കൂട്ടുകെട്ടിനെ കുറിച്ച് ചിന്തിക്കാൻ. ഇൻ കേസ് അതില്ലെങ്കിൽ പോലും നമ്മൾ ഒരു ഫ്രഷായിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് ബിജു മേനോൻ ഒരു ഹ്യൂമർ ചെയ്യുന്ന കഥാപാത്രം ആദ്യമായിട്ട് മേരിക്കൊണ്ടൊരു കുഞ്ഞാടിൽ അവതരിപ്പിച്ചത് ഞാനാണ്. അപ്പോൾ അത്തരം ഒരു പരീക്ഷണം പോലെ ചിലപ്പോൾ ഈ കൂട്ടുകെട്ടിന് മുമ്പ് വിജയങ്ങളില്ലായിരുന്നെങ്കിൽ പോലും ഞങ്ങൾ ചിന്തിക്കുമായിരുന്നു. പക്ഷെ ഞങ്ങളെ ആകർഷിച്ചത് ഈ അവരുടെ കഴിഞ്ഞകാല വിജയങ്ങളും കൂടി ഞങ്ങളെ പിന്താങ്ങിയിരുന്നു, ഞങ്ങളെ ആകർഷിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി ഈ കഥാപാത്ര സൃഷ്ടിയിൽ തന്നെ ഇവർക്ക് അനുയോജ്യമായ കഥാപാത്രങ്ങളായി അവർ ഫീൽ ചെയ്തുകൊണ്ടാണ് അവരെ തന്നെ കാസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. ഞങ്ങൾ ഒരു എഴുത്തുകാരെന്ന രീതിയിൽ പ്രത്യേകിച്ച് ഞാൻ നേരിട്ട വെല്ലുവിളി എന്ന് പറഞ്ഞാൽ, ബിജുവും ചാക്കോച്ചനും മുൻകാല ചിത്രങ്ങളിൽ ചെയ്ത പോലെ സമാനതകളില്ലാത്തൊരു കഥയും കഥാപാത്ര സൃഷ്ടിയും വേണമെന്നാണ് ഞാൻ ആലോചിച്ചത്. അപ്പോൾ ഇതിനു മുമ്പുള്ള ബിജുവും ചാക്കോച്ചനും ചെയ്ത സിനിമയായി യാതൊരു ബന്ധമില്ലാത്ത രീതിയിലാണ് എൻ്റെ കഥാപാത്ര സൃഷ്ടിയും. അതേപോലെ തന്നെ കഥ പോകുന്ന രീതിയിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും തന്നെ വളരെ വ്യത്യസ്തമായ രീതിയിൽ കൊണ്ടുപോയത് അതുകൊണ്ട് തന്നെയാണ്. ഒരു ട്രാവലിങ്ങിലൂടെ ഒരു ബംഗാളിലേക്ക് പോകുന്ന ഒരു യാത്രയിലൂടെ കഥ പറഞ്ഞു പോവുകയും ബംഗാളിൽ തന്നെ ആ കഥ അവസാനിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ മുൻകാല ചിത്രങ്ങളിൽ ഉള്ളതിനേക്കാൾ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ശൈലിയിലാണ് ഇത് വർക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒട്ടും മറ്റ് ചിത്രങ്ങളുമായി, ഇവരുടെ മുൻകാല ചിത്രങ്ങളുമായി യാതൊരു സമാനതകളില്ലാതെയാണ് ഈ ചിത്രം വന്നത്. ആ വ്യത്യസ്തത പ്രേക്ഷകരെയും കുടുംബങ്ങളെയും കുട്ടികളെയും ആകർഷിച്ചു. അതുതന്നെയാണ് ഈ സിനിമയുടെ വിജയകരമായി ഇത് മുന്നോട്ട് പോകുന്നത്. ജോണി CID മൂസ എന്ന് പറയുന്ന സിനിമയുടെ രംഗത്ത് വന്ന സംവിധായകനാണ്. CID മൂസ കണ്ടാൽ നമുക്കറിയാം, മുഴുനീള ഒരു കാർട്ടൂണിക് ലൈനിൽ ട്രീറ്റ് ചെയ്ത് വളരെ പ്രേക്ഷകരെ ചിരിപ്പിച്ച സിനിമയാണ്. അപ്പോൾ ഹ്യൂമർ കൈകാര്യം ചെയ്യാനായിട്ട് നല്ല മിടുക്കുള്ള ഒരു സംവിധായകനാണ് ജോണി ആൻ്റണി എന്ന് പറഞ്ഞാൽ, ജോണി ആൻ്റണിക്ക് ഞാനൊരു ബയ്യയാണ്. കാരണം എൻ്റെ കുഞ്ഞിക്കൂനൻ എന്ന സിനിമയിൽ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയം മുതലുള്ള ഒരു ബയ്യ ബന്ധമാണ് ഞാനും ജോണി ആൻ്റണിയും തമ്മിലുള്ളത്. അപ്പോൾ അന്ന് മുതൽ ജോണിക്ക് വേണ്ടി ഒരു സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹം ജോണി പ്രകടിപ്പിക്കുകയും അതിനവസരം ഒത്തു വന്നത് ഈ സമയത്താണെന്ന് മാത്രം. അതുകൊണ്ട് തന്നെയാണ് ജോണിയിൽ ഉള്ള പൂർണ്ണ വിശ്വാസം കൊണ്ട് തന്നെയാണ് ഇത് ജോണിക്ക് വേണ്ടി ഈ തിരക്കഥ ഞാൻ തയ്യാറാക്കിയത്. ഓണക്കാലത്ത് കുടുംബത്തെ, പ്രത്യേകിച്ച് കുട്ടികളെയും സ്ത്രീകളെയും ആകർഷിക്കുന്നൊരു ചിത്രം ഒരുക്കണം എന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ ആഗ്രഹവും. അതിനുവേണ്ടിയാണ് ഞങ്ങൾ കഠിന പ്രയത്നം ചെയ്തത്. അത് പ്രാവർത്തികമായതിലും പ്രേക്ഷകരും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള പ്രേക്ഷകർ അത് കാണുകയും അവർ സന്തോഷത്തോടെ അതിനെതിരെ പ്രതികരിക്കുകയൊക്കെ ചെയ്തതിൽ ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്. കാരണം ഒരു ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഒരു നല്ല എൻ്റർടൈനർ തിയേറ്ററിൽ പോയിരുന്ന് ആദ്യം തൊട്ട് അവസാനം വരെ ചിരിക്കുക, അവരെ സന്തോഷിപ്പിക്കുക, ഒരു ആഘോഷമാക്കുക, ഓണത്തിൻ്റെ കളികളോടൊപ്പം ഈ സിനിമയും ഒരു ആഘോഷമാക്കി മാറ്റുക എന്നുള്ള രീതിയിൽ ഒരുക്കിയതുകൊണ്ട് അവർ അത്തരം തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നമുക്ക് അവരുടെ സന്തോഷം ഞാൻ ആദ്യത്തെ ദിവസം തന്നെ തിയേറ്ററിൽ പോയിരുന്ന് പ്രേക്ഷകരോടൊപ്പം സിനിമ കാണുന്ന ആളാണ്. അപ്പോൾ ഇവരുടെ ഓരോ ചിരിയും ഓരോ കയ്യടിയും നമ്മളെ സന്തോഷിപ്പിക്കുകയും ഒപ്പം അവർ സന്തോഷിക്കുന്ന ആ ഘട്ടത്തിൽ അവരെക്കാൾ കൂടുതൽ ഞങ്ങൾ സന്തോഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഓണം ആഘോഷമാക്കാൻ പറ്റിയതിൽ ഞങ്ങളും സന്തുഷ്ടരാണ്. ഈ സിനിമയിൽ അടിച്ചേൽപ്പിക്കുന്ന ദുഃഖം നിറഞ്ഞോ അല്ലെങ്കിൽ മനസ്സിനെ പിടിച്ചു കുലുക്കുന്നതായിട്ടുള്ള വേദനിപ്പിക്കുന്ന മുഹൂർത്തങ്ങളോ കുറവാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മുഴുനീളം രസിപ്പിക്കാനാണ് ഞങ്ങൾ ഈ ചിത്രത്തിലൂടെ ശ്രമിച്ചിട്ടുള്ളത്. എന്നാൽ പോലും ഈ സാഹോദര്യ ബന്ധത്തിൻ്റെ, പരസ്പരം പിരിഞ്ഞു പോകുന്നതിൻ്റെ
ആർദ്രമായ ചില നിമിഷങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. രക്തബന്ധം അല്ലെങ്കിൽ പോലും രക്തബന്ധത്തേക്കാൾ കൂടുതൽ അടുപ്പമുള്ള സഹോദരന്മാരെ പോലെ ജീവിക്കുന്ന രണ്ട് ചെറുപ്പക്കാർ, അവർ തമ്മിൽ പിരിയേണ്ടി വരുന്നൊരവസ്ഥ, ഒരാളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം സാധിക്കണമെങ്കിൽ അവർ തമ്മിൽ പിരിയണം എന്ന് പറയുന്നൊരവസ്ഥയൊക്കെ ഇതിൽ വരുന്നുണ്ട്. അത്തരം ചെറിയ ചെറിയ മനസ്സിൽ ടച്ച് ചെയ്തു പോകുന്ന ഫീലിങ്സ് വരുന്ന രംഗങ്ങൾ മാത്രമേ ഇതിൻ്റെ അകത്ത് വളരെ സോഫ്റ്റായിട്ടുള്ള രംഗങ്ങളേ ഉള്ളൂ. അല്ലാതെ കഠിനമായി വേദനിപ്പിക്കുന്ന രംഗങ്ങൾ ഇതിൻ്റെ അകത്ത് ഞങ്ങൾ മനഃപൂർവ്വം ഒഴിവാക്കി ഒരു മുഴുനീള എൻ്റർടൈനർ എന്ന രീതിയിൽ തന്നെ ചിരിച്ചുകൊണ്ട് ഇത് മുഴുനീളം കണ്ടിരിക്കാവുന്ന രീതിയിലാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ മലയാളി സമൂഹത്തിൽ ബംഗാളികളുടെ സ്വാധീനം വളരെ വലുതാണ്. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ കേരളത്തിൽ ജീവിക്കുന്ന ആളാണെങ്കിൽ പോലും ഹിന്ദി പറയേണ്ട അവസ്ഥ വരുന്നുണ്ട്. കാരണം ഹിന്ദി തൊഴിലാളികൾ അല്ലെങ്കിൽ ബംഗാളികളാണ് പലയിടത്തും ഹോട്ടലിലും നമ്മുടെ പ്രത്യേകിച്ച് കൺസ്ട്രക്ഷൻ മേഖലയിലും. അപ്പോൾ ബംഗാളികൾ നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞു. ഇന്ന് നന്നായി മലയാളം പറയുന്ന ബംഗാളി തൊഴിലാളികൾ ഒരുപാട് പേരെ എനിക്ക് നേരിട്ട് പരിചയമുണ്ട്. അപ്പോൾ അത്തരം ഈ ബംഗാളി സമൂഹം നമ്മുടെ സമൂഹത്തിനുണ്ടാക്കുന്ന സ്വാധീനം നമുക്ക് വിസ്മരിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ അവരുടെ ജീവിതവും അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലേക്കും കടന്നു ചെല്ലാതെ രസകരമായിട്ടുള്ള അവരുടെ മുഹൂർത്തങ്ങളും, അതുപോലെ ഈ ചില ബംഗാളി ക്യാമ്പുകളിൽ വ്യാജ ഐഡൻറ്റിറ്റി കാർഡ് ഉപയോഗിച്ചിട്ട് ക്രിമിനൽസ് കടന്നുകൂടിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ചില കാരണങ്ങളിലേക്ക് ഒരു വിരൽ ചൂണ്ടൽ ഈ സിനിമയിലൂടെ ഉണ്ട്. അത് വളരെ രസകരമായ രീതിയിൽ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ ഓരോ പോയിന്റുകൾ നമ്മൾ അവിടെ മാർക്ക് ചെയ്തു പോകുന്നുണ്ട്. അത് ഇന്നത്തെ മലയാളത്തിലെ നമ്മുടെ പ്രേക്ഷകർ കാണുമ്പോൾ അവർക്കത് മനസ്സിലാകുന്നതാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഈ സിനിമയിലൂടെ പറഞ്ഞു പോകുന്നത്. വ്യാജ ID ഉപയോഗിക്കുന്നവരുടെ ഒരു സ്പർശം ഈ സിനിമയിലൂടെ പോകുന്നുണ്ട്. ഒപ്പം തന്നെ നല്ല രീതിയിലുള്ളൊരു സഹോദരി ബന്ധത്തെ, ബംഗാളി ആയാലും മലയാളി ആയാലും ഓൾ ഇന്ത്യൻസ് ആർ ബ്രദേഴ്സ് എന്ന് പറയുന്ന ഒരു അണ്ടർ കറൻ്റായിട്ടൊരു സന്ദേശവും ഇതിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്.